ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു നീഡിൽ ബേബി ഡിസൈൻസ്. ഇന്ന് നമുക്കൊരു പാൻറ്റിന് പോക്കറ്റ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലും ആർക്കും ഇതേപോലെ ഒരു പാൻറ്റിന് പോക്കറ്റ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ഇതേപോലെ പാൻറ്റിന് കട്ടിങ്, ഇതിൻ്റെ കട്ടിങ്ങും വീഡിയോസൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. പാൻറ്റിന് പോക്കറ്റിന് വെക്കണം മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യും പോലെ എല്ലാ അളവും വെച്ചിട്ട് നമ്മൾ പാൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റുക. അതിനുശേഷം ഇതേപോലെ ഒരു ഭാഗം, അതായത് പാൻറ്റിൻ്റെ ഒരു പാർട്ട് മാത്രം, നമ്മൾ രണ്ട് പാർട്ട് ഉണ്ടാവുമല്ലോ കട്ട് ചെയ്തെടുക്കുമ്പോൾ, അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രം എടുത്തിട്ട് അതിൻ്റെ മടക്ക് വശം ഉണ്ടല്ലോ, ആ മടക്ക് വശത്താണ് ഞാൻ ഈ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് കുറച്ച് മാത്രം മടക്ക് വശത്ത് പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗം. ഇതൊരു സാധാ സ്ട്രെയിറ്റ് പാൻറ്റാണ്, സാധാ പാൻറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മളിതേപോലെ സിഗരറ്റ് പാൻറ്റൊക്കെ ചെയ്യുമ്പോൾ അതിന് ഓൾറെഡി നമ്മൾ കട്ടിങ് ഉണ്ടാവുള്ളൂ. ഇതിന് കട്ടിങ് ഒന്നും ഇല്ലാതെ അരികു വശമാണ്. ആ വശം ഇതേപോലെ ഞാൻ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തു. ഇത് ഞാൻ തരുന്നത് ഇതിൻ്റെ നല്ല വശം ഏതാണെന്ന് നോക്കുകയാണ്. ആ ഭാഗം നോക്കുമ്പോഴും നല്ല വശം, പുറം ഭാഗം നോക്കുമ്പോൾ നല്ല വശം. അപ്പോൾ ഞാൻ ഏതായാലും ഇതാണ് തോണ്ടുന്നത് നല്ല വശം. അപ്പോൾ നല്ല വശത്താണ് നമ്മളിത് മാർക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അതിന് പാൻറ്റിനെ ആ നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് പോക്കറ്റിന് എത്രയാണോ അളവ് വേണ്ടത് അത് മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ഏകദേശം 30 ഇഞ്ച് നീളം 7-8 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇത് വെക്കേണ്ടത് നമ്മൾ മെയിൻ ക്ലോത്തിൽ, അതായത് പാൻറ്റിൻ്റെ ക്ലോത്തിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഞാനിത് ഇറക്കി വെച്ചിട്ടുള്ളത്. പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ക്ലോത്ത്, കാരണം അത്രയും ഭാഗം നമുക്ക് വള്ളി ഇടാൻ വേണ്ടിയിട്ട് മടക്കി പോകുമല്ലോ. എന്നിട്ട് ആ ഭാഗത്തു നിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തു. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് 6 ഇഞ്ച് താഴത്തേക്കും മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് രൂപത്തിൽ ഞാനൊരു സ്ക്വയറായിട്ട്, അതേപോലെ ഒരു സ്ക്വയറായിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. എൻ്റെ പറച്ചിലും വീഡിയോസും കൂടി നോക്കണ്ട, വീഡിയോ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും വീഡിയോ കുറച്ച് മുന്നോട്ടായിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗത്ത് ഇതേപോലെ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ നമ്മൾ, 6 ഇഞ്ച് നീളത്തിൽ 1/2 ഇഞ്ച് വീതിക്കും മാർക്ക് ചെയ്തില്ല, ആ ഭാഗം അത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ കോർണറിൽ, അതായത് ആ 2 കോർണറിലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. 2 കോർണർ വശം കട്ട് ചെയ്ത് സ്റ്റിച്ചുമ്പോൾ തട്ടാത്ത രൂപത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ നമുക്ക് മറിച്ചിടുമ്പോൾ ആ 2 വശം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ നല്ല വശത്ത് നിന്ന് ഇപ്പോൾ ഞാൻ ആ പീസിന് ചീത്ത വശത്തേക്ക്, അത് പാൻറ്റിൻ്റെ ചീത്ത വശത്തേക്ക് ഞാൻ ഇതേപോലെ മറിച്ചിട്ടിട്ട് അതിന്മേൽ കൂടെ ഇതേപോലെ ഒരു പ്രസ്സടി കൊടുത്തു. ആ മറിച്ചിട്ട വശത്ത് അതിന് പ്രസ്സടി കൊടുത്തിട്ടു. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും ആ ഒരു വശത്ത് ഉണ്ടാകുക. അതാ ഈ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു വശം മാത്രം, അതായത് പാൻറ്റിൻ്റെ ഒരു വശം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അതിനെ ആ ചീത്ത വശത്ത് കാണില്ല ഇപ്പോൾ മറിച്ചിട്ട് ആ ഒരു പീസിനെ വീണ്ടും ഇതേപോലെ വലതുവശത്തേക്ക്, അതായത് നിവർത്തിയിടുക. ആ ഒരു വശത്തേക്ക് നിവർത്തിയിട്ടിട്ട് അടിഭാഗത്തു നിന്ന് ആ ഒരു പീസിനെ മുകൾ ഭാഗത്തേക്ക് ഇതേപോലെ കൊണ്ടുവരാം. അത് മാറിപ്പോകാതെ നോക്കിയാൽ മതി. ഇതേപോലെ നമ്മൾ അടിച്ച് ആ ഭാഗത്തേക്ക് തന്നെ മറിച്ചിട്ടിട്ട് അടി പീസിനെ ആ ലെവലിക്ക് ഒരു രൂപത്തിൽ വെച്ചിട്ട് ആ ഒരു ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ പോക്കറ്റ് അത് ഫില്ലാക്കുക, അതായത് ആ ഓപ്പണില്ല ഭാഗം ഒന്ന് ഫില്ലാക്കി കൊടുക്കുകയാണ്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ പോക്കറ്റിന് ഓട്ടയൊന്നും വരാതെ നോക്കാമല്ലോ. അപ്പോൾ ഒരു ഭാഗം മാത്രം തന്നെ സ്റ്റിച്ച് ചെയ്താൽ, എന്നിട്ട് അതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ പുറത്തേക്ക് മറിച്ചിടുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തിന് ഉള്ളിലാക്കിയിട്ട് ഇതേപോലെ പുറത്തേക്ക് മറിച്ചിട്ട് അതിൻ്റെ കോർണർ വശമൊക്കെ ഇതേപോലെ വൃത്തിയാക്കിയിട്ട് ഈ ഒരു പാൻറ്റിൻ്റെ ആ ഒരു പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് തോന്നുന്നു, വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ പാൻറ്റിൻ്റെ ഒരു ഭാഗത്താണല്ലോ ഇപ്പോൾ നമ്മൾ വെച്ചത്, അതിൻ്റെ മറുവശം, പാൻറ്റിൻ്റെ ആ മറുവശം ഇതേപോലെ അടിഭാഗത്ത് വരുന്ന രൂപത്തിൽ വെച്ചിട്ട് ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ പാൻറ്റിൻ്റെ 2 വശം ഒരേ ലെവലിക്കും പോക്കറ്റിന് പീസ് വെച്ചില്ലേ ആ 2 വശം ഒരേ ലെവലിക്കും വൃത്തിയാക്കിയിട്ട് നമ്മൾ വെച്ചിട്ട് ഇതേപോലെ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അതേ പാൻറ്റ് പീസ് ആയിക്കാരം മുകളിലായിട്ട് വരിക, അതിൻ്റെ താഴെയാണ് നമ്മൾ പോക്കറ്റിന് വെച്ച പീസ് സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ പോക്കറ്റ് ചെയ്തെടുത്തില്ലേ അവിടെ എത്തുമ്പോൾ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മറ്റേ പീസുമ്മൽ തട്ടാതെ ഈ ഒരു പീസിൽ മാത്രം, അതായത് പോക്കറ്റിൻ്റെയും പാൻറ്റിൻ്റെയും പീസ് മാത്രം ഇതേപോലെ അടിവശം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം.
അടിഭാഗം വരെ അത് നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ഞാനത് മറിച്ചിട്ട് അതിന് ഒരു പതിച്ചടിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനതൊന്ന് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പതിച്ചടിയും കൂടെ അതിൻ്റെ മേലെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ആ പോക്കറ്റിന്മേൽ ഇതേപോലെ പോക്കറ്റിൻ്റെ അവിടെ തട്ടാത്ത രൂപത്തിൽ വേണം നമ്മളത് കുറച്ച് പുറത്തൊക്കെ മാറ്റി പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതാണ് ഇത്രയേ ഉള്ളൂ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ. അതിന് ശേഷം പിന്നെ പാൻറ്റിൻ്റെ മുഴുവൻ ബാക്കി പണിയെല്ലാം നമ്മൾ അടിഭാഗത്തെ പണിയും എല്ലാം കൂടെ കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിന് അലാസ്റ്റിക് അല്ല കേട്ടോ, വള്ളി വെച്ചെടുക്കുന്ന പാൻറ്റാണ്. ഈ കസ്റ്റമർക്ക് അങ്ങനെയാണ് വേണ്ടത്. അത് ഇതേപോലെ തന്നെ നമ്മൾ 1.5 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് അപ്പോൾ ആ പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് മുകൾ ഭാഗം ഈ ഒരു വള്ളി വെക്കണ ആ അടക്കിൻ്റെ ഉള്ളിലായിട്ട് ആ പോക്കറ്റിൻ്റെ ഭാഗം ഇതേപോലെ നമ്മൾ കവർ ചെയ്ത് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ പാൻറ്റിന് പോക്കറ്റ് ചെയ്തെടുക്കാം കേട്ടോ.